ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവരും ഹരേ വന്നിട്ടില്ലേ? രാമ എല്ലാവരും വന്നിട്ടില്ലേ? ഹരേ രാമ കൃഷ്ണ. രാമ ഹരേ ഹരേ. ലൈവായിട്ടുണ്ട് മാതാജി. ഓക്കെ. ഹരേ കൃഷ്ണ. തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം മേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാന്തി സപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുത പദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സാഗണരഘുനാഥാനിതം താം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ശ്രീകൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണലളിത ശ്രീവിശാഖാനിധം ശാഖേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമോസ്തുതേ സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുരേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരൂപേഭ്യ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമാം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാചാര്യദേശധാരിണി. നമാം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിൻ ഇതി നാമിനി. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാദാമതായ നഗരഗ്രാമധാരിണി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ എന്താ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത്? നമ്മൾ എന്ത് ചെയ്യണം? അഴിമതിക്ക് കാരണക്കാരായിട്ടുള്ള വ്യക്തികളെ വധിക്കാനായിട്ട് എന്തുണ്ടാവണം എന്നാ പറഞ്ഞത്? വാള് കയ്യിലുണ്ടാവണം എന്നാണ് പറഞ്ഞത് അല്ലെ? അതുപോലെ തന്നെ മദ്യശാലകൾ അനുവദിക്കുന്നതൊന്നും ശരിയായിട്ടുള്ള ഒരു മാർഗമല്ല. അത് അങ്ങനത്തെ ആൾക്കാർ ചെയ്യുന്നത് എന്ന് പറയുന്നത് കലിയെ നമ്മൾ വളർത്തണമാരിയാണ് അല്ലെ? കലി എവിടേക്ക് ഉണ്ടാവുന്നതാണ് പറഞ്ഞത്? 4 കാര്യങ്ങളിലാണ്: ഇൻടോക്സിക്കൻസ്, അതുപോലെ ലഹരി പദാർത്ഥങ്ങള്, പിന്നെ മദ്യം, അതിലാണ് ഇത് വരുന്നത്, മദ്യം മയക്കുമരുന്നൊക്കെ വരുന്നത്. പിന്നെ അവിഹിത ബന്ധങ്ങള്, അങ്ങനത്തെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് എന്ത് വരുന്നത്? കലി. അതുകൊണ്ടാണ് നമ്മളോട് ഈ നിയമങ്ങൾ പാലിക്കാനായിട്ട് പറയുന്നത് അല്ലെ? തീർച്ചയായിട്ടും കലി നമ്മളെ ബാധിക്കരുത്. അപ്പൊ കലി ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? നമ്മൾ തമോ ഗുണത്തിലേക്ക്, അതായത് രജോ ഗുണം തമോ ഗുണം മിക്സ് ആയിട്ടുള്ള പ്രവൃത്തികളിലേക്ക്, ഭൗതികതയിലേക്ക് നമ്മൾ ഒഴുകി പോകും എന്നുള്ളതാണ്. കലി എന്ന് പറയുന്നത് നമ്മളുടെ എന്തൊക്കെയാണ്? കാമ, ക്രോധ, ലോഭ, മത, മാത്സര്യം എന്നൊക്കെ പറയില്ലേ? ആ കാര്യങ്ങളാണ്. നമ്മുടെ കലിയാണ് നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഈ 3 ഗുണങ്ങളിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതും കലി എന്ന് പറയുന്നതും ഏകദേശം ഈക്വലായിട്ട് ബന്ധപ്പെടുത്താം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം? അപ്പൊ മയക്കുമരുന്നുകളും മദ്യങ്ങളൊക്കെ നിരോധിക്കണം. മാത്രമല്ല ഏതെങ്കിലും വിധത്തിലുള്ള ലഹരി ശീലമാക്കുന്നവർക്ക് എന്താണ്? മരണശിക്ഷ വരെ നൽകണം എന്നാണ് പറയുന്നത്. അതിന് പകരം നമ്മൾക്ക് എന്താണ്? നമ്മൾക്ക് മുക്കിന് എന്താണ്? ടോഡി ഷോപ്സ് ഒക്കെയാണ് അല്ലെ കാണുന്നത്. അപ്പൊ അത് എപ്പോ ഇല്ലാതാവുന്നു അപ്പോ നമ്മൾക്ക് ദൈവത്തിനോടുള്ള ഭക്തി വരാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. മഹാരഥനായ പരീക്ഷിത് മഹാരാജാവ് മാതൃക കാട്ടിത്തന്നതുപോലെ കലിയുടെ പ്രവർത്തനങ്ങൾക്ക് വിരാമം ഇടണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞത് അല്ലെ? അപ്പൊ ഇനി ശ്ലോകം 29. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ചൊല്ലിക്കൊള്ളൂ കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തം ജിഘാസും അഭിപ്രേത്യ വിഹായ നൃപലാഞ്ചനം തത്പാദമൂലം ശിരസാ സമഗാദ്ഭയ വിഹ്വലഃ. ഹരേ കൃഷ്ണ. തം അദ്ദേഹത്തെ ജികാംസും വധിക്കാൻ ആഗ്രഹിക്കാൻ അഭിപ്രേത്യ അത് ശരിക്കും മനസ്സിലാക്കി വിഹായ പരിത്യജിച്ചുകൊണ്ട് നൃപലാഞ്ചനം രാജാവിന്റെ വേഷത്തിൽ തത്പാദ മൂലം അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ശിരസാൽ സമഗാത് പൂർണ്ണമായും സമർപ്പിച്ചു. ഭയവിഹ്വലനായി
വിവർത്തനം ചില പ്രപാദിക്ക് രാജാവ് തന്നെ നിഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ കലി സത്വം ഭയവിഹ്വലനായി രാജാവിന്റെ കപടവേഷം ഉപേക്ഷിച്ച് ശിരസ് കുനിച്ച് പരീക്ഷിത് മഹാരാജാവിന് പൂർണ്ണമായും കീഴടങ്ങി. കലി എങ്ങനെയാണ് വന്നിരുന്നത്? രാജാവിന്റെ രൂപത്തിലൊക്കെയാണ് അല്ലെ? അപ്പൊ ഇപ്പൊ എന്തായാലും ആരാണ് ഇപ്പൊ രാജാവ് ഇപ്പൊ തന്നെ വധിക്കാനാണ് പോകുന്നത് എന്നറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? ആ കപടവേഷമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് എന്തായി സ്വയം ആ ഒരു രൂപത്തില് മഹാരാജാവിന് പൂർണ്ണമായിട്ടും കീഴടങ്ങി എന്നാണ് ഇവിടെ പറയുന്നത്. ഭാവാർത്ഥം ചില പ്രപാദിക്ക് കലി സത്വത്തിന്റെ രാജകീയ വേഷം കൃത്രിമമാണ്. രാജകീയമായ വേഷം രാജാവിന് അല്ലെങ്കിൽ ക്ഷത്രിയന് യോജിച്ചതാകുന്നു. എന്നാൽ ശൂദ്രനെ പോലെ നീചകുല ജാതനായ ഒരുവൻ സ്വയം രാജാവിനെ പോലെ കപടവേഷം ധരിക്കുന്ന പക്ഷം അഥവാ സ്വയം രാജാവായി നടിക്കുന്ന പക്ഷം പരീക്ഷിത് മഹാരാജാവിനെ പോലുള്ള ഉത്തമ വിശ്വാസ്യ യോഗ്യനായ ക്ഷത്രിയ രാജാവിന്റെ വെല്ലുവിളിയാൽ അവന്റെ യഥാർത്ഥ രൂപം പ്രകടമാകുന്നു. ആകയാൽ മഹാരാജാവ് പരീക്ഷിത്തുമായി യുദ്ധം ചെയ്യുന്നത് തന്റെ കഴിവിന് അതീതമാണെന്ന് പരീക്ഷിത്തുമായി യുദ്ധം ചെയ്യുന്നതിന് തനിക്ക് ത്രാണിയില്ലെന്ന് മനസ്സിലാക്കിയ കപടവേഷധാരിയായ കലിസത്വം ഒരു ആജ്ഞാൻവർത്തിയെ പോലെ അദ്ദേഹത്തെ ശിരസ് കുനിച്ച് വണങ്ങുകയും തന്റെ രാജകീയ വേഷം ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്നുള്ളതാണ്. അപ്പൊ കലി എന്താ പറയുന്നത്? കലി എന്താണ്? രാജാവിന്റെ മുമ്പില്, അപ്പൊ യഥാർത്ഥ രാജാവിന്റെ മുമ്പില് ഒരിക്കലും ഒരു കൃത്രിമമായിട്ടുള്ള വേഷധാരിക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്നാണ് പറയുന്നത്. അവിടെ ആ രാജാവിനും എന്തുണ്ടാവണം? ആ ഒരു ശുദ്ധഭക്തനാണ് പരീക്ഷിത് മഹാരാജാവ് അല്ലെ? അപ്പൊ ശുദ്ധഭക്തനായിട്ടുള്ള ഒരു പരീക്ഷിത് മഹാരാജാവിന് ഭഗവാന് തുല്യമായിട്ടുള്ള ഗുണങ്ങളാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പില് ആർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല? ഈ വഞ്ചനയ്ക്കും അത്തരം അതായത് ഇത് ചെയ്യില്ലേ, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലെ ചീത്ത പ്രവണതകൾക്ക് അവരുടെ മുമ്പിൽ നിലനിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പണ്ട് രാജാവിന് പൗണ്ഡ്രകന്റെ കഥ അറിയില്ലേ എല്ലാവർക്കും? ഹരേ കൃഷ്ണ. ദയവിട്ട് എല്ലാവരും മ്യൂട്ടിലാവണം കേട്ടോ. ആരുടെയോ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വളരെ ഇതായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഹരേ കൃഷ്ണ. ഇപ്പോ ഇവിടെ എന്താ പറയുന്നത്? നമുക്ക് പൗണ്ഡ്രകന്റെ കഥ അറിയില്ലേ എല്ലാവർക്കും? ഹരേ കൃഷ്ണ. പൗണ്ഡ്രകൻ എന്താ ചെയ്തത്? പൗണ്ഡ്രകനെ കൃഷ്ണന്റെ മാതിരി വേഷം കെട്ടി നടക്കുമായിരുന്നു. അതെ, അതാണ് ഈവൻ എന്താണ് നെറ്റിയിലത്തെ നെഞ്ചിലത്തെ ഇതും കൂടിയും എന്ത് ചെയ്തുമായിരുന്നു? കസ്തൂഭമണി എല്ലാം അത് ഒഴിച്ച് ബാക്കി എല്ലാം അതും കൂടി കൃത്രിമമായിട്ട് ചെയ്തു വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും പൗണ്ഡ്രകന് ശരിക്കും പറഞ്ഞ പാവായിരുന്നു. അദ്ദേഹത്തിന് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. ബാക്കി അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ടാണ്, കൂടെയുള്ള ആൾക്കാരാണ് പറഞ്ഞത് നീയാണ് യഥാർത്ഥ കൃഷ്ണൻ എന്ന് പറഞ്ഞു കയറ്റി വിട്ട് അദ്ദേഹം അതങ്ങോട്ട് വിശ്വസിച്ചിട്ടാണ് വന്നിരുന്നത്. എന്നിട്ട് അവസാനം എന്താണ്? ഭഗവാനാൽ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ? ഭഗവാന്റെ മുമ്പിൽ ഏത് വേഷം കെട്ടിയിട്ടും കാര്യമില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് ശുദ്ധഭക്തനായിട്ടുള്ള ഒരാൾക്ക് എന്ന് പറയുന്നത് ഭഗവാന്റെ അതേ ഗുണങ്ങളാണ്. അവർക്ക് വേർതിരിച്ചറിയാനായിട്ട് സാധിക്കും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളുടെ രാജ്യത്തിന് ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണ്? നമ്മൾ കുറെ പേരെ കയറ്റി വിടുന്നുണ്ട് അല്ലെ? എന്തായാലും പല മന്ത്രി സ്ഥാനങ്ങളിലും അങ്ങനെയൊക്കെ കയറ്റി വിടുന്നുണ്ട്. പക്ഷെ അതൊക്കെ യഥാർത്ഥ ക്വാളിഫിക്കേഷൻ അറിഞ്ഞിട്ടാണോ നമ്മൾ ഇതാവുന്നത്? പലരും പാർട്ടിയുടെ ബേസിൽ പലരും വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ പലപ്പോഴും ഇതാ കണ്ടില്ല, ഇപ്പൊ കാണുന്നില്ല, ഇത് പല ഫീൽഡിലും പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് അവരോട് ശരിക്കും അവരുടെ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ യഥാർത്ഥ സ്വഭാവം അതാണ് നമ്മൾക്ക് പറയാനായിട്ട് സാധിക്കൂ? നമ്മൾക്ക് ഒരു സിനിമയിലുള്ള ആൾക്കാരോടൊക്കെ ആകർഷണം വരുന്നത് അവരുടെ ക്യാരക്ടർ കണ്ടിട്ടാണ്. ആ ക്യാരക്ടർ ഉണ്ടാക്കുന്നത് അതിന്റെ ഡയറക്ടറാണ്, അതിൽ എഴുതുന്ന ആളാണ്, സ്റ്റോറി റൈറ്റർ ആണ്. അത് അവർ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് ഒരാളുടെ ഒരു സിനിമയിൽ കാണുന്ന രൂപം എന്ന് പറയുന്നത് അവരുടെ യഥാർത്ഥ രൂപമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? അയാളുടെ യഥാർത്ഥ സ്വഭാവമാണെന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഹരേ കൃഷ്ണ. ഇല്ല, പറയാൻ സാധിക്കില്ല. അപ്പൊ പലപ്പോഴും നമ്മൾ പുറത്ത് കാണുന്ന ഒരാളുടെ ഇമേജ് എന്ന് പറയുന്നത് അത് ബാഹ്യരൂപം കണ്ടിട്ട് ഒരാളെ നമ്മൾക്ക് ഒരിക്കലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിയോഗിക്കാനായിട്ട് സാധിക്കില്ല. അവർ യഥാർത്ഥത്തിൽ അറിയണം. അപ്പൊ അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? തെറ്റും ശരിയും എന്താണെന്നുള്ള ഒരു വിവേചന ബുദ്ധി നമ്മൾക്ക് ഉണ്ടാവണം. ആ വിവേചന ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ മഹാരാജാവ് പരീക്ഷത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് കലകി കഴിഞ്ഞില്ല. എന്താ കാരണം? അദ്ദേഹം ശുദ്ധഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു എന്താണ് ഇത് കലിയുടെ വേഷം മാത്രമാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ തിരിച്ചറിയാനായിട്ട് ആർക്ക് സാധിച്ചു? പരീക്ഷിത് മഹാരാജാവിന് സാധിച്ചു. അതുപോലെ തന്നെ കലിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ശ്ലോകം 30. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ, ദീനവത്സലാഹ
പതിതം ശരണ്യോ പാദയോ ധീരഃ നാമധേയ ശ്ലോക്യ പതിതം പാദയോ വീരഃ ഇതം പാദയോ വീര കൃപയാ ദീനവത്സലഃ കൃപയാ ദീനവത്സലഃ കൃപയാ ദീനവത്സലഃ ശരണ്യോ നാവധീ ശ്ലോക്യ ശരണ്യോ നാമധേയ ശ്ലോക്യ ആഹചേദം ഹസന്നിവ ഹസന്നിവ ശ്രീകൃഷ്ണ പതിതം നിപതിച്ചു പാദയോഹോ പാദങ്ങളിൽ വീരഹ വീരനായകൻ കൃപയാ അനുകമ്പയാൽ കൃപാപൂർവം ദീനവത്സലക ദീനവത്സലനായ ശരണ്യക അഭയം നൽകാൻ അർഹതയുള്ള അഥവാ മാപ്പ് നൽകാൻ യോഗ്യതയുള്ള അവധി വധിച്ചു ശ്ലോക്യ പ്രകീർത്തിക്കാൻ തക്ക വിധം മതിപ്പുള്ള ആഹ പറഞ്ഞു ച ഇതം ഇത് ഹസൻ മന്ദഹസിക്കുന്നു ഇവ പോലെ വിവർത്തനം ശ്രീല പ്രപാദിക്കിച്ചേ അഭയം പ്രാപിച്ചവരെ സ്വീകരിക്കാൻ തക്ക യോഗ്യതയുള്ളവനും മാപ്പ് നൽകാൻ അർഹതയുള്ളവനും ചരിത്രത്തിൽ പ്രകീർത്തിക്കപ്പെടാൻ തക്ക മൂല്യമുള്ളവനുമായ പരീക്ഷിത് മഹാരാജാവ് പാവങ്ങളോട് അത്യന്തം ദയുള്ളവനാകയാൽ അധപ്പതിച്ചവനും ശരണം പ്രാപിച്ചവനുമായ കലിയെ വധിക്കാതെ അനുകമ്പാപൂർവ്വം മന്ദഹസിച്ചു. ഇതാണ് ഒരു ശുദ്ധഭക്തന്റെ ആ ഒരു സ്വഭാവം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾക്ക് എന്താ പറയുക, നമ്മളോട് ദേഷ്യപ്പെട്ട ഒരാളെ സംസാരിക്കുകയാണ്, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ തെറ്റ് പറ്റിയിട്ടുണ്ടാവാം. എന്നാൽ പോലും ആ വ്യക്തിയോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയുണ്ടാവുക ഹരേകൃഷ്ണ? ദേഷ്യം വരും അല്ലെ? നമുക്ക് ദേഷ്യമാണ് ആദ്യം വരിക. അത് കഴിഞ്ഞ് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ചിലപ്പോ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് വീണ്ടും ആലോചിക്കുമ്പോഴാണ് അയ്യോ നമ്മൾക്കും തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് തോന്നുക. പിന്നെ ചിലപ്പോ തോന്നും അയ്യോ ഇത്രയൊന്നും പറയണ്ടായിരുന്നില്ല എന്ന്. പക്ഷെ അപ്പോഴത്തെ ദേഷ്യത്തിൽ നമ്മൾ എന്തൊക്കെ വിളിച്ച് പറയാൻ നമ്മൾക്ക് അറിയില്ല അല്ലെ? കാരണം നമ്മളെല്ലാം ചെയ്യുന്നു വിചാരിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ് കാണുന്നത്? ഇത്രയും കലി തെറ്റ് ചെയ്ത ആളാണ്, കപടവേഷം ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വേഷം മാറിയിട്ട് സ്വയം രൂപത്തിലാണ് പരീക്ഷിത് മഹാരാജാവിന്റെ മുമ്പിൽ നിൽക്കുന്നത് അല്ലെ? അപ്പം ആ പരീക്ഷിത് മഹാരാജാവിന് അറിയാം അത്രയും ചീത്ത ഒരു കാര്യമാണ് ചെയ്തേക്കുന്നത്. വേറൊരു വേഷം, രാജാവിന്റെ വേഷം ധരിച്ചിട്ട് മറ്റുള്ളവരെ പറ്റിക്കുക എന്ന് പറയുന്നത് എത്ര അധമമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പോലും ആ അനുകമ്പാപൂർവ്വം മന്ദഹസിച്ചു എന്നാണ് പറയുന്നത്. അതാണ് ഒരു ശുദ്ധ ഭക്തൻ എല്ലാവരും ആരായിട്ടാണ് കാണുന്നത്? ഭഗവാന്റെ പ്രതിനിധികൾ, ഭഗവാന്റെ സൃഷ്ടികളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവരോടും സ്നേഹമാണ്, അനുകമ്പയാണ് എന്നുള്ളതാണ്. ആ ഒരു ലെവലിലൊക്കെ എത്തുക എന്ന് പറയുന്നത് നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ, അത്ര എളുപ്പമല്ല. എന്നാലും നമ്മളൊക്കെ കുറച്ചൊക്കെ ഈ കഥകൾ കേട്ട് നമ്മുടെ ദേഷ്യം കുറയ്ക്കാനെങ്കിലും നമുക്ക് സാധിക്കും. ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യരുത്, കുറച്ചും കൂടി സമാധാനപൂർവ്വം മറ്റുള്ളവരോട് സംസാരിക്കണം എന്നുള്ള ലെവലിലെങ്കിലും എത്താൻ നമ്മൾക്ക് ശ്രമിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇനി എന്താ പറയണത്? ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഒരു സാമാന്യ ക്ഷത്രിയൻ പോലും കീഴടങ്ങിയ വ്യക്തിയെ വധിക്കുകയില്ല. അങ്ങനെയാണെന്നിരിക്കെ സ്വാഭാവികമായി കൃപയുള്ളവനും പാവങ്ങളോട് വളരെയധികം ദയയുള്ളവനുമായ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് എന്ത് പറയാനാണ്? അപ്പൊ നമ്മൾക്ക് പരീക്ഷിത് മഹാരാജാവിന്റെ ഇതേക്കുറിച്ച് ഏകദേശം അറിയാം. കാരണം എന്താണ് രാജ്യത്ത് വഞ്ചനകൾ വരാൻ തുടങ്ങി കഴിഞ്ഞു. കുറെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞിട്ട് സാധാരണ പാവപ്പെട്ട ആൾക്കാരെ വന്നു കഴിഞ്ഞിട്ട് ഉപദ്രവിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോ തന്നെ കൊട്ടാരം വിട്ട് ഇറങ്ങിയതാണ് പരീക്ഷിത് മഹാരാജാവ് അല്ലെ? അവരെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം എന്താണ്, എനിക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ, ഞാൻ രാജകൊട്ടാരത്തില് കുറച്ച് സുഖിച്ചിരിക്കാമെന്ന് പരീക്ഷിത് മഹാരാജാവ് വിചാരിച്ചോ? ഇല്ല, ഒരിക്കലും ഓരോ അക്രമി പോലും എന്റെ രാജ്യത്ത് ഉണ്ടാവാൻ പാടില്ല, കലിയുടെ ഒരു അംശം പോലും എന്റെ രാജ്യത്ത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു നിശ്ചയത്തിലാണ് പരീക്ഷിത് മഹാരാജാവ് പുറത്തിറങ്ങിയിട്ടുള്ളത് അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് വന്നു കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും എന്താ ഉണ്ടാവുക? ദയാണ് ഉണ്ടാവുക എല്ലാവരോടും. ഇത്രയും തെറ്റ് ചെയ്ത ആൾക്കാർക്കും ഒരു തെറ്റ് തിരുത്താനുള്ള ഒരു ചാൻസ് കൊടുക്കണം എന്നാണ് അവർ വിചാരിക്കുക. കപടവേഷധാരിയായ കലിസത്വം താൻ നീചകുലജാതനാണെന്ന സത്യം വെളിപ്പെടുത്തിയതിനാലും മൂർച്ചയേറിയ ഖഡ്ഗത്താൽ പരീക്ഷിച്ച് വധിക്കാൻ ആഗ്രഹിച്ച ശൂദ്രനായ കലിസത്വം സമയോചിതമായി കീഴടങ്ങി പിൻവാങ്ങിയതിനാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും എത്ര വിരോധാഭാസമാണെന്നും ചിന്തിച്ച് അദ്ദേഹം മന്ദഹസിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എന്താണ്ടായെന്ന് വെച്ചാൽ കൊല്ലാനാണ് പോയിരുന്നത് അല്ലെ? അപ്പൊ വേഗം തന്നെ അയാൾ ആ രൂപമൊക്കെ മാറി ക്ഷത്രിയനല്ല, ക്ഷത്രിയന്റെ രൂപത്തിലാണ്, രാജാവിന്റെ വേഷത്തിലാണ് നിൽക്കുന്നത്. അതിനെ മാറ്റി ശൂദ്രന്റെ വേഷത്തിൽ മാറി സ്വയം ആ ഒരു ഇതിലേക്ക്. അപ്പോ ആ തെറ്റ് സമ്മതിച്ചു എന്നുള്ളതാണ് അവിടുത്തെ വലിയ കാര്യം. ഞാൻ തെറ്റാണ് ചെയ്തത്, ഞാൻ കീഴടങ്ങുന്നു. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു യുദ്ധത്തിലെ എങ്ങനത്തെ ആൾക്കാരെയൊക്കെ കൊല്ലാൻ പാടില്ല എന്നുള്ളത്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ആയുധമില്ലാത്തവനെ, ആയുധമില്ലാത്ത ഒരാള്, അതുപോലെ യുദ്ധം ചെയ്യണ്ടെന്ന് വിചാരിക്കുന്ന ഒരാള്, അങ്ങനത്തെ ആൾക്കാര്, അതുപോലെ സ്വയം കീഴടങ്ങി
കീഴടങ്ങി വീണ് കിടക്കുന്ന ആളെ. വീണ് കിടക്കുന്ന ആൾക്കാരെ ഒന്നും ചെയ്യാൻ പാടില്ല അല്ലെ. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? കലി വന്നിട്ട് സ്വയം കീഴടങ്ങാണ്, എന്നെ ഒന്നും ചെയ്യരുത് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ ഒരിക്കലും കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് നിയമം ശരിക്കും പറഞ്ഞത്. അപ്പോ ഇപ്പൊ എന്താണ് പരീക്ഷ മഹാരാജാവ് ചിരിക്കാൻ കാരണം, മന്ദഹസിക്കാൻ കാരണം എന്താണ്? അവർ കണ്ടില്ലേ എത്ര വിരോധം. ഇപ്പൊ ഞാൻ അയാളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടോ, അപ്പോഴേക്കുമാണ് അയാൾ ശൂദ്രനാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ കീഴടങ്ങി എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് അദ്ദേഹം മന്ദഹസിച്ചുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. ആയതിനാൽ പരീക്ഷിത മഹാരാജാവിന്റെ മഹാത്മ്യവും കൃപയും ഇതിഹാസത്തിൽ പ്രഘോഷിക്കപ്പെട്ടു. അപ്പൊ കലിയെ നമ്മൾക്ക് പക്ഷെ കലിയെ കൊല്ലായിരുന്നു നല്ലത് അല്ലെ. കലിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അയാൾ മരണപ്പെട്ടു എന്നുണ്ടെങ്കിൽ കലിയുഗത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവോ? പക്ഷെ അതൊക്കെ ഭഗവാന്റെ ലീലകളല്ലേ. കലിയുഗം എന്ന് പറഞ്ഞ് എന്തായാലും വരണം അല്ലെ. അപ്പൊ ആയതിനാൽ പരീക്ഷിത മഹാരാജാവിന്റെ മഹാത്മ്യവും കൃപയൊക്കെ ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ശത്രുവായാൽ പോലും കീഴടങ്ങുന്നവരെ അഥവാ അഭയം പ്രാപിക്കുന്ന ശത്രുവിനെ പോലും ഹൃദയംഗമമായി സ്വീകരിക്കും തക്കവിധം സ്വഭാവമൂല്യമുള്ളവനും ഭൂതതയുള്ള കൃപാലുവുമായ രാജാവായിരുന്നു പരീക്ഷിത്ത്. അപ്രകാരം ഈശ്വരാനുഗ്രഹത്താൽ കലിസത്വം വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടു. അപ്പൊ ആ പരീക്ഷിത് മഹാരാജാവിന്റെ ആ അനുകമ്പ കാരണം കൊണ്ട്, ദയാശീലം കാരണം കൊണ്ട്, അതുമല്ല അദ്ദേഹം എന്താണ് ശാസ്ത്രങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാജാവാണ് അല്ലെ. അപ്പോ അങ്ങനത്തെ ഒരു രാജാവായതുകൊണ്ടാണ് ഈ കലി എന്ത് ചെയ്തത്? കഷ്ടിച്ച് തപ്പിച്ചത്, രക്ഷപ്പെട്ടത് എന്ന് പറയാം. ശരിക്കും തപ്പിക്കാന്നാണ് നമ്മൾ പറയുന്ന വാക്ക് അല്ലെ, ഇങ്ങനെ രക്ഷപ്പെടുമ്പോ. ഇനി 31ാമത്തെ ശ്ലോകമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ജോവാച രാജ ഉവാച തേ ഗുഡാകേശ യശോധര ബന്ധാഞ്ചലേർവൈ ഭയമസ്തി വർത്തിതവ്യം ഭവതാ കഥഞ്ചന ധർമ്മബന്ധു ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാജ ഉവാച, രാജാവ് പറഞ്ഞു, നാ അല്ല, തേ നിങ്ങളുടെ, ഗുഡാകേശ അർജുനൻ, യശധരണാം കീർത്തി പാരമ്പര്യമുള്ള നമ്മുടെ ബദ്ധ അഞ്ചലെ കൂപ്പുകൈകളോടുകൂടിയ ഒരുവനെ, വൈ തീർച്ചയായും, ഭയം അസ്ഥി അവിടെയാകുന്നു, കിഞ്ചിത് നാമമാത്രമായി പോലും, നാ ഇല്ല, വർത്തിതവ്യം ജീവിക്കാൻ അനുവദിക്കുക, ഭവത അങ്ങാൽ, കഥഞ്ചന എല്ലാവിധത്തിലും, ക്ഷേത്രേ ഭൂമിയിൽ സ്ഥലത്ത്, മതീയെ എന്റെ രാജ്യത്ത്, ത്വം നീ, അധർമ്മബന്ധു അധർമ്മത്തിന്റെ മിത്രം, വിവർത്തനം ചില പ്രപാദിക്കുകെ. രാജാവ് ഇപ്രകാരം പറഞ്ഞു, നാം അർജുനന്റെ കീർത്തി പാരമ്പര്യമുള്ളവനാണ്. ആകയാൽ കൂപ്പുകൈകളോടെ നമ്മെ സ്വയം ശരണം പ്രാപിച്ച നീ ഇനി നിന്റെ ജീവനെ കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ട. എന്നാൽ അധർമ്മ ബന്ധുവായ നീ എന്റെ രാജ്യത്ത് വസിക്കുവാൻ പാടുള്ളതല്ല. അപ്പൊ ഇവിടെ എന്താ, ഭഗവാൻ അത്രയും കൃപയാണ്. അപ്പൊ എന്താ പറയുന്നത്? ഞാൻ അർജുനന്റെ കീർത്തി പാരമ്പര്യമുള്ളവനാണ്, അതായത് അർജുനന്റെ വംശപരമ്പരയിൽ പെട്ട ഒരാളാണ് ഞാന്. അതുകൊണ്ട് കൂപ്പുകൈകളോടെ എന്നെ ശരണം പ്രാപിച്ച ഒരാളെ ഞാൻ കൊല്ലില്ല, അത് ഉറപ്പാണ്. പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്റെ രാജ്യത്ത് ഇനി നിന്നെ കാണാൻ പാടില്ല. അധർമ്മ ബന്ധുവാണ്. എന്തുകൊണ്ടാണ് കാരണം? അധർമ്മ ബന്ധുവായതുകൊണ്ട് ആ എല്ലാ ചീത്ത ഗുണങ്ങളുമാണ് കയ്യിലിരിപ്പ് കലിയുടെ. അപ്പൊ അതുകൊണ്ട് നീ എന്റെ രാജ്യത്ത് വസിക്കാൻ പാടില്ല എന്ന് പറയുകയാണ് ആര്? പരീക്ഷ മഹാരാജാവ്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശ്രീല പ്രപാദിക്കേ. സർവ്വവിധ അധർമ്മങ്ങളുടെയും മിത്രമായ കലിസത്വം കീഴടങ്ങുന്ന പക്ഷം അവന് മാപ്പ് നൽകേണ്ടതാകുന്നു. എന്നാൽ ഒരു കാരണവശാലും ഐശ്വര്യസമ്പൂർണമായ രാജ്യത്തിന്റെ ഒരു ഭാഗത്തും അവനെ വസിക്കുവാൻ അനുവദിച്ചുകൂടാ. യാതൊരുവിധ സ്വാർത്ഥ താല്പര്യങ്ങളും കൂടാതെ ലോകക്ഷേമത്തിനായി കുരുക്ഷേത്ര യുദ്ധത്തിന് യഥാർത്ഥ കാരണക്കാരായ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിശുദ്ധരായ പ്രതിനിധികളാകുന്നു പാണ്ഡവർ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? എല്ലാവിധ അധർമ്മങ്ങളുടെയും മിത്രാണ് ആര്? കലി അല്ലെ. അപ്പൊ പക്ഷെ എന്താണ്, എന്നാ ശരണം പ്രാപിച്ചു കഴിഞ്ഞു, അയാളെ കൊല്ലാനും പറ്റില്ല, അങ്ങനെയാണ് കണ്ടീഷൻ. അപ്പൊ എന്ത് ചെയ്യണം?
അയാളെ രാജ്യത്തിന് പുറത്ത് തള്ളണം. രാജ്യത്തിന് ഒരു ഭാഗത്തും കലിയിരിക്കാൻ പാടില്ല. ഇപ്പൊ എന്താണ് എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയിട്ടിരിക്കുന്ന രാജ്യമാണ് അല്ലെ. ആ ഭഗവാന്റെ സ്വർഗരാജ്യം പോലെയാണ് പരീക്ഷ രാജാവിന്റെ ആ രാജ്യം ഉള്ളത്. എല്ലാം ഐശ്വര്യപൂർണ്ണമാണ്. നമ്മൾ പറഞ്ഞു എന്താണ് പശുവിന്റെ പാലൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന മരത്ത, യുധിഷ്ഠിരന്റെ മരത്ത് അതേ ലെവലാണ് പരീക്ഷത്തിന്റെ ആ കാലം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഒന്നിനും ഒരു കുറവില്ല. മഴ ഇഷ്ടത്തിനുണ്ട്, വരൾച്ചയില്ല, ഇഷ്ടത്തിന് ധാന്യങ്ങള്, പഴങ്ങള് എല്ലാം ഉണ്ട് ഓരോരുത്തർക്കും ലഭിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുന്നത്, പവിഴങ്ങളും മുത്തുകളും ഒക്കെ ഇഷ്ടത്തിനാണ് അന്നത്തെ ആ രാജ്യത്തില്. ഇന്ത്യ, നമ്മുടെ ഭാരതത്തിന്റെ, ഇപ്പൊ നമ്മളും പറയണ്ടല്ലോ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് നമ്മുടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊള്ളയടിച്ചു കൊണ്ടുപോയത് എന്നുള്ളത്. അത് വരയ്ക്കും അതിൽ രത്നങ്ങളും എന്താണ് പവിഴങ്ങളും ഒക്കെ ഇഷ്ടത്തിനുണ്ടായിരുന്ന ഒരു ഭൂമിയായിരുന്നു ഭാരതം എന്നാണ് പറയുന്നത്. അപ്പൊ എന്താ പറയുന്നത്, അപ്പൊ യാതൊരുവിധ അപ്പൊ ഈ ലോകക്ഷേമത്തിനായിട്ട് എന്താണ് കുരുക്ഷേത്ര യുദ്ധത്തിന് തയ്യാറായി ആര്, അർജുനൻ അല്ലെ. അപ്പൊ ആ കൃഷ്ണ ഭഗവാന്റെ ഭക്തരാണ്, വിശ്വസ്തരായ പ്രതിനിധികളാണ് പാണ്ഡവര്. കാരണം ഇപ്പോഴും ഭഗവാന്റെ മാത്രം. അപ്പൊ യുധിഷ്ഠിരന്റെ കാര്യം രാജ്യത്ത് വന്നു കഴിഞ്ഞിട്ട് ഇത്രയും ഐശ്വര്യം ഉണ്ടാവാൻ എന്താണ് കാരണം എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. യുധിഷ്ഠിരൻ ഭരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ്, അപ്പൊ അവിടെ എന്താണ് പറയണെന്നുണ്ടെങ്കിൽ യുധിഷ്ഠിരന് സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയണത്. ഭഗവാൻ എന്താണ് പറയുന്നത് അതനുസരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഭഗവാന്റെ ആജ്ഞകളെ മാത്രമാണ് യുധിഷ്ഠിരൻ അനുസരിച്ചിരുന്നത്. യുധിഷ്ഠിരൻ സ്വന്തമായിട്ട് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ ഭഗവാന്റെ പ്രീതി കൊണ്ടാണ് എല്ലാം സുഗമമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഭഗവാന്റെ വിശ്വസ്തരായിട്ടുള്ള പ്രതിനിധികളായിരുന്നു അവര്. അതിലൊരാളാണ് ആരും, പരീക്ഷിത്തും അല്ലെ. അപ്പൊ മഹാരാജാവ് യുധിഷ്ഠിരനെ പോലുള്ള ഒരു ഉത്തമ രാജാവും പരീക്ഷ മഹാരാജാവിനെ പോലുള്ള അദ്ദേഹത്തിന്റെ പിൻഗാമികളും ലോകം ഭരിക്കണമെന്നും ശ്രീകൃഷ്ണ ഭഗവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധം നടത്തി അവരെ ജയിപ്പിച്ചത് അല്ലെ. ആകയാൽ പരീക്ഷിത് മഹാരാജാവിനെ പോലെ കർത്തവ്യബോധമുള്ള ഒരു രാജാവ് പാണ്ഡവരുടെ സത്കീർത്തിയുടെ വിലയിൽ സ്വരാജ്യത്ത് അധർമ്മ ബന്ധുവിനെ വളരുവാൻ അനുവദിക്കുകയില്ല. അപ്പൊ ഇവിടെ എന്താണ്, എന്തായാലും പരീക്ഷിത് മഹാരാജാവ് ഒരിക്കലും ഒരു അധർമ്മം നടത്തുന്ന ഒരാളെ അവിടെ വളരാനായിട്ട് സമ്മതിക്കില്ല. കാരണം ഒരാൾ വന്നാൽ മതി, അയാളുടെ ഇൻഫ്ലുവൻസ് അടുത്ത ആൾക്ക് വരും അല്ലെ. അങ്ങനെ അടുത്ത ആൾക്ക് വരും, അതങ്ങനെ പരന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് കലിയാണ് മുഴുവൻ. നമ്മൾക്ക് എന്താണ് ധർമ്മബന്ധുക്കളെ കാണാൻ കിട്ടില്ല. അന്ന് ഒരേ ഒരു അധർമ്മബന്ധു ഉണ്ടായിരുന്നുള്ളൂ പരീക്ഷ മഹാരാജാവിന്റെ മുമ്പില്. ഇപ്പൊ നമ്മളുടെ മുമ്പിലോ ധർമ്മബന്ധുക്കളെ കാണാൻ പറ്റില്ല, ധർമ്മം അനുസരിക്കുന്ന ഒരാളെ കാണാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലെത്തി നമ്മള്. നർമ്മബന്ധുക്കൾ ഇല്ലാണ്ടായി. രാജ്യത്ത് അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഏക വഴി ഇതല്ലാതെ മറ്റൊന്നുമല്ല. അധർമ്മത്തിന്റെ മിത്രങ്ങളെ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കണം. അത് രാജ്യത്തെ തീർച്ചയായും അഴിമതി വിമുക്തമാക്കും. നമ്മളെ ഭരിക്കുന്ന ഓരോരുത്തരും വായിക്കേണ്ടതാണ് ഈ ഭാഗങ്ങളൊക്കെ. നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഭാഗവതം? തീർച്ചയായിട്ടും അല്ലെ. ഈ ഒരു ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അവര് രാജ്യം ഭരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ ഭാരതം എന്ന് പറയുന്നത് ഈ ലെവലല്ല ഉണ്ടാവുക. ഭാരതം എന്നല്ല, ഏത് ദേശമാണെന്നുണ്ടെങ്കിലും. കാരണം അവിടെ നിന്ന് പറയുന്നത് മറ്റുള്ളവരെ ഭഗവാനിലേക്ക് എത്തിക്കുക, അവരുടെ ആ ധർമ്മബോധത്തിനെ ഉയർത്തുക എന്നുള്ളതാണ് ശരിക്കും ഒരു രാജാവിന്റെ കടമ എന്ന് പറയുന്നത്. അപ്പൊ സ്വയം നമ്മൾ അധപ്പതിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരെ കയറ്റാനായിട്ട് സാധിക്കൂ? ഇല്ല. ആ അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. അപ്പൊ തീർച്ചയായും ഓരോരുത്തരും, ഓരോ പൗരന്മാരും പഠിക്കേണ്ടതാണ് ഭാഗവതം. എന്താണ് കാരണം എന്തിനാണ് നമ്മൾ ഭാഗവതം പഠിക്കുന്നത്? ഭഗവാന്റെ അടുത്ത് എത്താനാണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഭഗവാൻ. അപ്പൊ ശരിക്കും എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് ഭഗവാന്റെ ബന്ധുക്കളായി കഴിഞ്ഞാൽ, ധർമ്മത്തിന്റെ ബന്ധുക്കളായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ കലഹങ്ങൾ ഉണ്ടാവോ? ഉണ്ടാവില്ല. കാരണം ഓരോരുത്തർക്കും സ്വാർത്ഥ താല്പര്യങ്ങളില്ല. മറ്റുള്ളവരെ നന്നാക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഒരിക്കലും അവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു കാപ്പട്ടി ഉണ്ടാവില്ല, മറ്റുള്ളവരെ വഞ്ചിക്കുന്ന ഒരു പ്രവണത ഉണ്ടാവില്ല, നുണ പറയുന്ന ഒരു ശീലം ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന ഒരു രാജ്യം എത്ര മനോഹരായിരിക്കും അല്ലെ. ഹരേ കൃഷ്ണ. ഇതൊക്കെ വായിച്ചപ്പോ ഞാൻ ഓർക്കും മാതാജി ഇവരൊക്കെ ഇത് അറിയണല്ലോ ഒന്ന്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നമുക്ക് നാളെ എടുക്കാം അല്ലെ. ഒരു മിനിറ്റ് അല്ലേ ഉള്ളൂ. അതെ മാതാജി, അതെ അതെ അതേ പറ്റുള്ളൂ. ശ്ലോകം മാത്രം വായിച്ചു നിർത്താട്ടോ. തോം വർത്തമാനം നരദേവദേഹേ പ്രവൃത്തോ യമധർമ്മപൂകഃ ലോഭോ നൃതം ചൗര്യമന്മാര്യമങ്കോ ജ്യേഷ്ഠാച്ചമായ കലഹശ്ച ദമ്പഃ. നാളെ എടുക്കാട്ടോ ഈ ശ്ലോകം. സമയം എന്തായാലും കംപ്ലീറ്റ് ആവില്ല. ഹരേ കൃഷ്ണ. നമ്മൾക്ക് നാളെ കാണാം. വാഞ്ചാകൽപതരുഭ്യശ്ച ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ മാതാജി, പ്രണാമ മാതാജി. അനന്തകോടി ലക്ഷവൃത്തിക്ക് ജയ് പ്രഭാത് കി ജയ് മഹാരാജ് കി ജയ്. മാതാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, പ്രണാമം മാതാജി.